Kerala. It's very beautiful here. I love the nature the most, the green areas. It's so pretty here. ഇതൊക്കെ ആസ്വദിക്കി. ദേ വണ്ടി ഇതാണോ സ്പീഡ്? പുഴയോരം ബോട്ട് സർവീസ് തൂക്കുപാലം ചെമ്മാപ്പള്ളി കണ്ട ഇവര് കണ്ട വയനാട്ടിൽ നിന്നാണ് വന്ന് പോകുന്നത്. അയ്യോ ദേ ഉറങ്ങി. അച്ചോടാ ഇത് നടക്കും പേടിയില്ലല്ലോ ചേട്ടന്. കയാക്കുകളുണ്ട്, സ്റ്റാൻഡപ്പ് പാഡിലുണ്ട്. ഇത് രസമായിട്ട് ആള് പോരുന്നത് ഇത് പുഴയരെ നടിയോടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെയുണ്ട്. പുഴയുന്നൊരു നാടൻ പെണ്ണായോ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് തൃശ്ശൂര് ചെമ്മാപ്പള്ളി ഉണ്ട്, തൃപ്രയാറടുത്ത്. അവിടെ ഒരു തൂക്കുപാലുണ്ട്. നമ്മള് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളതാണ്. ഇപ്പൊ ഭയങ്കരമായിട്ട് പുരോഗമിച്ചു. കണ്ടമാനം ആളുകൾ ഇപ്പൊ ഈ വശത്തേക്ക് ഒഴുക്കാണ്. ഇപ്പോ നമ്മള് വന്നിട്ട് പുഴയോരം ബോട്ട് സർവീസ് തൂക്കുപാലം ചെമ്മാപ്പള്ളി കണ്ട. കയാക്കിങ്, പെഡൽ ബോട്ട്, നാടൻ വഞ്ചി, ശിക്കാര ബോട്ട്, ഇങ്ങനത്തെ കുറേ സംഗതികളുണ്ട് ഇവർക്ക്. അപ്പോൾ ഇത് ബോട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ തൃപ്രയാർ അമ്പലത്തിൻ്റെ അവിടം വരെ, അതായത് കനോലി കനാലിയോടെ നമുക്ക് ഇങ്ങനെയായിട്ട് പോവാം. ഇപ്പോൾ ഒരു ബോട്ട് വരെ പോകുന്നുണ്ട്, ശിക്കാര ബോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അതിലൊന്ന് തൃപ്രയാർ വരെ പോയിട്ട് വരാം. ചിക്കാര ബോട്ടിൽ വേണമെങ്കിൽ തൃപ്രയാർ വരെയും പോവാം. 1 മണിക്കൂറിന് ബുക്ക് ചെയ്യാൻ വേണമെങ്കിൽ 1 മണിക്കൂറിനാണെങ്കിൽ 2000 രൂപയാണ്, 1/2 മണിക്കൂറാണെങ്കിൽ 1000 രൂപ. പിന്നെ പെർ ഹെഡ് 100 റുപ്പീസ് ആയിട്ടാണ് ഇപ്പൊ തൃപ്രയാർ വരെ പോകുന്നത്. അങ്ങനെ പോയിട്ട് വരാനായിട്ടും മുടക്കു ദിവസങ്ങളിലാണ് കൂടുതൽ ആൾക്കാരുണ്ടാവും. ആളാണ് കേട്ടോ ഇതിന്റെ പേര് വിന്നി. വിന്നി എന്നാണ് പേര്. ചേച്ചിയുടെ ഹസ്ബൻഡും ഇവിടെ ഉണ്ട്, ജഗദീഷ് എന്നാണ് ആ ചേട്ടന്റെ പേര്. ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഇത് നടത്തണം, ഈ പുഴയോരം എന്ന് പറഞ്ഞ ഈ സംഭവം നടത്തണത് അല്ലേ. ഇപ്പൊ ബോട്ട് പറയാ, ബോട്ടിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവിടെ വരെ പോയിട്ട് പിന്നെ ഇവിടെ വന്നിട്ടുള്ള വിശേഷങ്ങൾ പിന്നെ പറയാം. ലൈഫ് ജാക്കറ്റുകൾ ഉണ്ട് കേട്ടാ. സരിത കുട്ടികൾക്കുള്ളത് വേറെയാണ്. അപ്പൊ പണ്ടത്തെ പോലെ നല്ല ആളുകള് ഇന്ന് ശനി ഞായറാകുമ്പോ കൂടുതൽ തിരക്കാണല്ലേ. ശനി ഇതിപ്പോ വെക്കേഷൻ ആണല്ലോ വരണത്. ജഗ്ഗുവിനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല, ട്യൂഷനുണ്ട്, പരീക്ഷ നടക്കല്ലേ. അപ്പൊ സ്കൂൾ പൂട്ടി കഴിഞ്ഞിട്ട് അതിനെയും കൊണ്ട് വരാം വീണ്ടും. ഇതിപ്പോ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് വെക്കേഷൻ മുന്നേ തന്നെ ഇട്ടാലല്ലേ ഉപകാരമുള്ളൂ. ആളുകൾ പരിചയപ്പെടുത്തണ്ട. അതന്നെ നമ്മുടെ തൊട്ടടുത്ത് തൃശ്ശൂക്കാർക്ക് വേറെ ആലപ്പുഴയ്ക്കൊന്നും പോണ്ട ബോട്ടിങ്ങിനും ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ കേറാല്ലേ. ഇതൊരു ഈ വഞ്ചിമിലാണ് ഈ ബോട്ട് പണിയുന്നല്ലേ. ബോട്ടല്ല ഈ ഇത് ചിക്കാര ബോട്ട്, ചിക്കാര എന്ന് പറയുക. അപ്പൊ നമ്മള് പോവാണ് കേട്ടാ. ഇവിടെ നിന്ന് 2 കിലോമീറ്ററാണ് തൃപ്രയാർ അമ്പലത്തിന്റെ അവിടേക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ട് 2 കിലോമീറ്റർ, തന്നെ മൊത്തം 4 കിലോമീറ്ററാണ് യാത്ര കേട്ടാ. നമ്മള് ഞാനും സരിതിയും ഒരു തവണ ആലപ്പുഴയ്ക്കാണ് ബോട്ടിൽ യാത്ര പോയത്. അത് 3-3.5 മണിക്കൂർ നേരം ആലപ്പുഴ നിന്ന് കോട്ടയം വശത്തേക്ക് പോകുമ്പോ ഇതിലേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടിലിരുന്ന് മടുക്കാന്ന് പറയില്ലേ, ഇത് നമ്മളെ മടുക്കണതിന് മുമ്പ് നമ്മളെ കരയ്ക്ക് കൊണ്ടു എത്തിക്കും. ഇത് കണ്ട, ഇതൊരു ദ്വീപാണ്. ഇപ്പൊ ഒരു തുരുത്ത് പോലെ അല്ലേ. നിങ്ങളെവിടെ ഉള്ളതാ? അവര് വയനാട്. ഇവര് കണ്ട വയനാട്ടിൽ നിന്നാണ് വന്ന് പോകുന്നത് ഇവിടേക്ക്. വയനാട് എവിടെയാ? വൈത്തിരി. മുകളിൽ 2 സൂര്യപ്രകാശം, മുകളില് സൂര്യൻ, അടിയില് സൂര്യൻ, 2 സൂര്യന്മാര്. 2 സൂര്യന്മാരല്ലേ. ഇവിടേക്ക് എല്ലാ സ്ഥലത്തും വഞ്ചികളുണ്ട്. നമ്മുടെ അവിടെയൊക്കെ ബൈക്കൊക്കെ ഉള്ള പോലെ നോക്കിയാ വഞ്ചികളുണ്ട വീടുകൾക്ക്. അവിടെ കുറെ വഞ്ചികള് ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ വഞ്ചി വലിയ വലിപ്പമൊന്നുമില്ല, ചെറിയ വഞ്ചികള്. നമ്മുടെ കുട്ടനാട് വശത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ കാണാം. മറ്റേ വിനീതും മറ്റേ രമ്പിയുള്ള സിനിമയിൽ വരുന്ന ചെമ്പക്കുളം തച്ചൻ, അതില് കണ്ടിട്ടില്ലേ ഇവിടെ വെള്ളം എടുക്കാനൊക്കെ പോണത്. ചെറിയൊരു വഞ്ചിയാണ്, എല്ലാവർക്കും ഉണ്ട് ഓരോ വഞ്ചികള്. അതുപോലെ ഇവിടെ എല്ലാവർക്കും വഞ്ചിയിലുണ്ട്. ഈ സൈഡിലുള്ളവർക്കൊക്കെ ബൈക്കും ഉണ്ടാവും, കാരണം അതിന്റെ അപ്പുറത്തെ റോഡാണ്. നല്ല രസം. അകലെ തൃശ്ശൂർ തൃപ്രയാർ റോഡാണ് കാണുന്നത്. ആ പാലം അകലെ കാണാൻ വണ്ടികൾ പോണത്. അവിടെ വരെ എത്തും നമ്മള്. അതിന്റെ വലതുവശത്താണ്, ഇവിടുന്ന് വലതുവശത്താണ് തൃപ്രയാർ അമ്പലം. പെഡൽ ബോട്ട് ചവിട്ടി പോണണ്ട, അതുപോലത്തെ ഉണ്ട് കേട്ടാ. അയ്യോ ഉറങ്ങി അച്ചോടാ. എന്താ ഉണ്ണിയുടെ പേര്? ആഫീസും ഫാത്തിമ. വെടിപൊട്ടി ശബ്ദം കേട്ടാ. അത് തൃപ്രയാർ അമ്പലത്തില് വെടിവഴിപാടില്ലേ, അതിന്റെ പൊട്ടണതാണ്.
കൃഷ്ണവിലാസം ഭഗീരഥ പിള്ള അതല്ലേ? ഞാൻ കേട്ടില്ല വെടി ശബ്ദം. ആ വെടിയിടണ ശബ്ദം കേൾക്കാം. ഡയന നല്ല രസാട്ടാ. പിന്നെ എന്താ വെച്ചാൽ അടുപ്പിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഒരാൾക്കൊരു കസാര അങ്ങനെയാണ്. ബഞ്ചിയുടെ ബാലൻസ് കീപ്പ് ചെയ്യണ്ടേ. ഭയങ്കര റിലാക്സാണ്. കുറച്ചും കൂടി വെയിലാറിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വെയിൽ കൊള്ളാണ്ട്. വെയിലെന്ന് പറയാൻ വെയിൽ ചൂടുന്നില്ലേ. സമയം 5 മണിയായി. ഇതാടാ നമ്മളെ അമ്പലത്തിന്റെ തൃപ്രയാർ അമ്പലത്തിന്റെ അവിടേക്ക് എത്താറായിട്ടാ. അമ്പലമാണ് കാണുന്നത്. ഇതാണ് കിഴക്കേ നട. അത് ശരിക്കും കനോലിക്കാണ്. അവിടെയാണ് മീനുകൾക്ക് തീറ്റ കൊടുക്കുക. അവിടെ ഇറങ്ങിയിട്ടാണ്, ആ കടവിൽ ഇറങ്ങിയിട്ടാണ് മീനുകൾക്ക് തീറ്റ കൊടുക്കുക. മീനൂട്ട് ഇവിടുത്തെ പ്രധാന വഴിപാടാണ് തൃപ്രയാർ അമ്പലത്തിലത്തെ. അസ്തമയ സൂര്യന്റെ പ്രകാശകിരണങ്ങളേറ്റിട്ട് കനോലിത്തെ വെള്ളം എന്താ പറയാ വെള്ളി പോലെ സ്വർണം പോലെയൊക്കെ തിളങ്ങുന്നുണ്ട്. ഈ പാലാണ് തൃശ്ശൂർ തൃപ്രയാർ പാത. ഇതാണ് ഈ ഗവൺമെന്റിന്റെ പുതിയ ഈ ഒരു ബോട്ട് ചെട്ടി. ഇത് പണിതുകൊണ്ടിരിക്കുന്നുട്ടാ. ദേശീയ ജലഗതാഗത പാത ഇപ്പോൾ വരുന്നുണ്ടല്ലോ. കോട്ടപ്പുറം ടു ചേറ്റുക. അപ്പോൾ അതായത് നമ്മൾ പാലത്തിൻ്റെ അടിയോടെ പോകാൻ പോകണട്ടാ. സംസ്ഥാന ഹൈവേ തൃശ്ശൂർ തൃപ്രയാർ റോഡ്. അതിൻ്റെ അടിയോടെ നമ്മൾ പോയി. ഇപ്പോൾ വെടി ആ 3 വെടി പൊട്ടിയില്ലേ. മനസ്സിലായ ആളുകൾ വഴിപാട് നടത്തുന്നതാണ്. ആളുകൾ മീൻ പിടിക്കണമെന്നും കാണാനില്ല. എല്ലാവരും കയ്യിലും വലകളൊക്കെ ഉണ്ട്. കണ്ടത് വലകളൊക്കെ നെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തിരിക്കാൻ പോകട്ടാ. ഇപ്പോൾ അമ്പലത്തിൻ്റെ ശരിക്ക് അടുത്തോടെയാണ് പോണത് കേട്ടാ. കിഴക്കേ നടയിൽ കൂടെ പോണ്. ഇതുണ്ട് ആളുകൾ മീനുകൾക്ക് തീറ്റിട്ട് കൊടുക്കണ്ട. അവിടെ നിന്നിട്ട് എറിഞ്ഞിട്ട് കൊടുക്കണ്ട. മീനുകൾക്ക് തീറ്റിട്ട് കൊടുക്കണം. വഴിപാട് വലിയ മീനുകൾ വരും. എന്തോരം മീനുകൾ വരാന്നറിയോ. അവിടെ ഇറങ്ങാണ്ടിരിക്കാനായിട്ട് ഇത് വെച്ചിട്ടുണ്ട്. ഗ്രില്ല് അടിച്ചിട്ടുണ്ട്. മീനുകൾ അവിടെ ഒന്ന് തിളയ്ക്കുന്നു. എന്താ തുരുത്തിന്റെ ഭംഗിയില്ലേ. 5 ഏക്കറാന്ന് തുരുത്ത്. ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന കൊച്ചു ദ്വീപ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും വെള്ളമുള്ളതെന്ന് അർത്ഥം. ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ എന്തിട്ട് പഠിച്ചു? ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നതാണ് ദ്വീപ്. കയാക്കിങ്ങിന് പോവാം. അതന്നെ ക്ഷീണിച്ചിട്ടിരിക്കാൻ തോന്നുന്നുണ്ട് കൈ അടച്ചപ്പോ. അത് ക്ഷീണിക്കുന്നില്ല ഈ സാധനം. ഞാൻ പോയിണ്ട്. നമുക്ക് ചെയ്ത് പോയാലോ? പക്ഷെ വെള്ളത്തില് വെറുതെ ഇരിക്കണ പോലെ തോന്നില്ലേ? അങ്ങനെയും പോരാ. ഇതേ കണ്ട, ഇതിന് തൂക്കുപാലം കണ്ട. നമുക്ക് അതിന് മുകളിൽ കയറണം ചേട്ടാ. അങ്ങനെ നമ്മൾ ദീർഘമായ 4 കിലോമീറ്റർ യാത്ര കഴിഞ്ഞ് നമ്മൾ കരയ്ക്കടിപ്പിക്കുകയാണ് ബോട്ട് കേട്ടാ. ദീർഘമായ 4 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ ബോട്ടിങ് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ കേട്ടാ. നല്ല മനോഹരമായ അന്തരീക്ഷം. ഇവിടം വരെ വെള്ളം വരും അല്ലേ? വേലിയേറ്റം വരുമ്പോ വെള്ളം കുറച്ചും കൂടി വരും. നമ്മളെ ഇവിടെ വന്നിറങ്ങിയപ്പോഴേ കുറച്ച് പേര് നമ്മളെ വളഞ്ഞു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. പക്ഷെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള കുറച്ച് ഇവരെ ആന്റിമാരൊന്നും വിളിക്കാൻ പാടില്ല. നമ്മളെക്കാളും താഴെയാ ഇവര് ശരിക്കും. ഇവരെ സംസാരം കേട്ടിട്ട് ഓളരിക്കാരാണ്. തൃശ്ശൂർ ഓളരി. അപ്പൊ ഇവര് തന്നെ സ്വയം പരിചയപ്പെടുത്താൻ ഞങ്ങൾ കുറച്ച് അരപ്പിരി ലൂസുള്ളവരാണ്.
അപ്പൊ എനിക്ക് ഇവരെ സംസാരം കേട്ടപ്പോ ഞാൻ പറഞ്ഞു അത് നിങ്ങൾ പറയാണ്ട് തന്നെ മനസ്സിലായി നിങ്ങളുടെ സംസാരം കേട്ടപ്പോ. ഇത്ര പൊക്കി പറയല്ലേ. ഇല്ല 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 എന്നാ കുറച്ച് താഴ്ത്തിയാലോ. ഒന്ന് പേര് പറഞ്ഞേ. എന്റെ പേര് ശോശമ്മ, എന്റെ വീട് ഒളരിക്കാണ്. എന്റെ പേര് ഡേസി, ഞാനും ഒളരിക്കാരിയാണ്. എന്റെ പേര് മിനി, ഞാൻ എന്റെ വീട് മനക്കോടിയിലാണ്. മനക്കോടി. മിനി. എന്റെ പേര് സോഫി പൂങ്കുന്നോ. ഞാൻ ഷീല പൂങ്കുന്നം തന്നെ. രണ്ടുപേര് വളരെ സന്തോഷമായിട്ട് മോളെ കണ്ടല്ലേ. അപ്പൊ ശരി, അപ്പൊ ഇനിയും കാണണം. നിങ്ങളപ്പോ ആദ്യമായിട്ട് അങ്ങോട്ട് വരുന്നത്? അല്ലല്ല, ഇടയ്ക്കിടയ്ക്ക് വരും. ഞങ്ങള് ഇവിടേക്ക് ഞാനിതിന് മുന്നേ വന്നിട്ടുണ്ട്. ഞാൻ ഇവരെല്ലാവരോടും ഇവർ പറയും ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെ കൊണ്ടുവന്നു. അതെ. ഇനിയിപ്പോൾ ഇവിടുത്തെ പ്രധാന ഒരു ആകർഷണമാണ് ഈ തൂക്കുപാലം. ഈ കനോലി കനാലിൻ്റെ മുകളിയുടെ അപ്പുറത്തേക്കുള്ള തൂക്കുപാലം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നടക്കാം. അപ്പോൾ നല്ല സൂര്യൻ അസ്തമിക്കാറായി തുടങ്ങി. അപ്പോൾ നല്ല കാഴ്ചയാണ്. ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് പുഴയിലേക്കൊക്കെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനോഹരമായ കാഴ്ചയാണ്. ഭയങ്കരമായ വടങ്ങളാണ്. വടങ്ങളിലാണ് ഈ സാധനം നിൽക്കുന്നത്. അതിന്ന് പിന്നെ ഇങ്ങനെ കമ്പികളിട്ടിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഇതാണ് കേട്ടോ. ഇത് നടക്കും പേടിയില്ലല്ലോ ചേട്ടന്. ഏയ് നമ്മുടെ റിൻഡനില്ലേ, 50 ഗുണ്ടകള് ഒരുമിച്ച് വന്നാൽ ഒറ്റയ്ക്ക് നേരിടും അവൻ. ഒരു ബറ്റാലിയൻ പോലീസ് വന്നാൽ അവന് പുല്ല് വിലയാ. പക്ഷെ ഇതുപോലത്തെ ഒരു സാധനത്ത് വേണ്ട നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോവുള്ളൂ. നടക്കില്ലേ, ഭയങ്കര പേടിയാ. അത് നമ്മുടെ കുറ്റല്ല, അവന്റെ കുറ്റല്ല. അല്ല, കുറ്റായിട്ട് പറഞ്ഞല്ല, അങ്ങനെയാണെന്ന്. ചില ആളുകൾക്ക് ചിലതിനോട് പേടിയുണ്ടാവും. മുകളിൽ നിന്ന് അടിയിലേക്ക് നോക്കുമ്പോ പേടി. പക്ഷെ എനിക്ക് ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് അടിയിലേക്ക് നോക്കുമ്പോ പേടിയായിട്ട് തോന്നുന്നില്ല. വെള്ളമായതുകൊണ്ട്. വെള്ളമായത് കൊണ്ട് ആണെന്നുള്ളത് കാണുന്ന പോലെ കേട്ടാ. നല്ല നീളം. അത് നീളം എത്രയുണ്ടെന്ന് എനിക്കറിയില്ല. 150 മീറ്ററിന്റെ അടുത്തുണ്ടാവും എങ്ങനെയും ഏറ്റവും കുറവ് നീളം. ഇതിന്റെ അടി ഇതുപോലത്തെ തകിടാണ് ഈ ഞാൻ പറഞ്ഞത് നമ്മുടെ കുടിലിന്റെ മുകളിലിടാന്ന് പറഞ്ഞത്. അല്ല, കൂടെ ട്രീ ഹൗസിന്റെ മുകളിലിടാന്ന് പറഞ്ഞത്. ഈ സാധനം ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ കൊണ്ടാലും കുഴപ്പമില്ല. ഇത് ബസ്സിന്റെ അടിയിലിടുന്ന സാധനം. ഈ സാധനം ഞാൻ പറയണേ, ഇതിനെ നമുക്ക് കുടിലിന്റെ മുകളില് അല്ല കൂടാരത്തിന് ഇതൊക്കെ ആസ്വദിക്കി. ഇത് ആസ്വദിക്കുന്നതാണ്. നല്ല രസം കാണാനായിട്ട്. അവിടെ ആയിട്ടാണ് സത്യന്തികാണ്ട് വീടായിട്ട് വരാട്ടാ. അങ്ങോട്ട് നീറ്റ് അവിടെ കാഞ്ഞാണി അന്തികാട് അവിടെ ആയിരിക്ക. ഇതിന്റെ ഒരു മെക്കാനിസം എങ്ങനെയാവോ അല്ലെ ഈ തൂക്കുപാലം? ഇത് ആ രണ്ട് ഇതുമ്മലല്ല തൂങ്ങിക്കെടുക്കില്ല. അതെ, ഇത് ഉരുക്കുവടം ഈ സാധനം. അവിടെയും അറ്റത്തും മാത്രമാണ് തൂണ്. അതുമ്മലാണ് ഇത് തൂങ്ങിയെടുക്കുന്നത്. രണ്ടും ഉരുക്കുവടം. ശരിക്കും നമ്മള് ചന്ദ്രനിൽ ഇങ്ങനെ നടക്കണത് കാണില്ലേ, നീൽ ആംസ്ട്രോങ്ങിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടില്ലേ, ചാടി അങ്ങനത്തെ ഒരു ഇതാണ് നമുക്ക് ഇവിടെ. ഗ്രാവിറ്റി കുറവുള്ള പോലെ തോന്നും നടക്കുമ്പോ. ശരിക്കും മദ്യം കടന്നു കേട്ടോ. നമ്മള് മദ്യഭാഗം കടന്നു. അങ്ങനെ പറയും, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും. തുരുത്ത്, അതാണ് തുരുത്ത്. 5 കിലോമീറ്റർ 5 ഏക്കർ വലിപ്പമുള്ള ഒരു ദ്വീപ്. ഇവിടെയുള്ളവർക്കൊക്കെ സുഖാട്ടാ. ഇവിടെയുള്ളവർക്കൊക്കെ നേരത്തൊക്കെ ഇവിടെ ഈ വന്നിരിക്കാനേ വേറെ പ്രത്യേകിച്ച് സ്ഥലമൊന്നും വേണ്ട. നല്ല രസമായിട്ട് അവർക്ക് ഒരു സൈക്കിള് ഒരാൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടാ. ബൈക്കുകൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും കിടക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചവിട്ടുകളാണ്. ഇങ്ങനെ ചവിട്ടുപടി, അപ്പുറത്തും ചവിട്ടുപടിയാണ്. അപ്പോൾ ഒരിക്കലും ബൈക്കുകളൊന്നും കടത്താൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടല്ല കേട്ടാ. അങ്ങനെ ചെയ്യാൻ പാടില്ല. വണ്ടികൾക്ക് പോകാൻ വേണ്ടിട്ടല്ലത്. പിന്നെ കുട്ടികളൊക്കെ വരുമ്പോൾ ഇത് ചെയ്യാൻ അങ്ങോട്ട് എത്തിച്ചു നോക്കാണ്ടിരിക്കാനും ഇതിനൊക്കെ ആയിട്ട് കണ്ട. ഇത് നെറ്റാണ് കണ്ട, നല്ല നെറ്റാണ്. കൈ ഇത് പണ്ടുണ്ടായിരുന്ന തന്നെ പുതുക്കിയതല്ലേ പോന്നു. സരിതയ്ക്ക് തുമ്മല്. ഇങ്ങനെ ആരോ എന്നെ പറ്റി കുശുമ്പ് വിചാരിച്ചു. ഇങ്ങനെ ചവിട്ടാണ് കണ്ട, ചവിട്ടുപടി അങ്ങോട്ട് തൂക്കുപാലത്തിന്റെ കണ്ട. ഇങ്ങനെ ആളുകൾക്ക് ഇപ്പുറത്തേക്ക് കിടക്കണ ഈ സൈക്കിളിൽ കയറണം. ഇങ്ങനെ അങ്ങോട്ട് ഒരു ഇടവഴി ആ റോഡിലേക്കാണ്ട് എത്തും. അതാണിത്. ഇത് ഏത് കൊല്ലാണാവോ നിർമ്മിച്ചത് നോക്കാം. 1,40,000 എസ്റ്റിമേറ്റ് എമൗണ്ട് അന്ന്. 1,40,000 രൂപ സോളാർ ലൈറ്റിങ്ങിനാന്നുണ്ട്. 1,40,000 കൊണ്ട് എവിടെ ഒരു 0 കുറവുണ്ടോന്നൊക്കെ 1-2 0 കുറവുണ്ടാവും ചിലപ്പോ. 2013 പോന്നാല് നാട്ടിക ഈ വെള്ളത്തിലേക്ക് വെറുതെ നോക്കുമ്പോൾ ഒഴുക്കുള്ള പോലെ തോന്നില്ല. പക്ഷെ ഈ കുളവാഴ ഒഴുകണ കാണുമ്പോൾ ഇത്ര ഒഴുക്കുണ്ടെന്ന് മനസ്സിലാവാം. ഇതേ സോളാർ ലൈറ്റിന്റെയാണ് 1,40,000. അല്ലാണ്ട് ഇതിന് എത്ര കോടികളൊന്നുണ്ടെന്ന്. ഇവിടെ എവിടെയും സോളാർ ലൈറ്റ് എവിടെയും കാണാനില്ലല്ലോ. എവിടെയുണ്ട് സോളാറിന്റെ. അപ്പൊ ഞങ്ങള് വീണ്ടും തിരിക്കാൻ കേട്ടാ. ഞങ്ങളൊരു തവണ ഇങ്ങോട്ട് വന്നപ്പോഴേ അന്ന് ഇവിടെ ഒരു കല്യാണത്തിൻ്റെ ഷൂട്ട് ചെയ്യായിരുന്നു. സേവ് ദി ഡേറ്റ് പോലെ ചെക്കനും പെണ്ണും വന്നിട്ട്. ഓർമ്മയില്ലേ?
സേവ് ദി ഡേറ്റ്. എനിക്ക് നമ്മുടെ ഇത് ഓർമ്മ വരാം, നമ്മുടെ കുത്തുപാള അല്ലേ? കുത്തുപാള ഇതിൽ. അല്ല, ഇങ്ങനെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ആശയല്ലേ വലിയ ചേട്ടാ അല്ലേ, ഷൂട്ട് ചെയ്യാനായിട്ട് ഫ്രീ അല്ലേ ഇവിടെ വന്നിട്ട്. ഇത് രസം. ഇവിടെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാവണല്ലേ, ചെറിയ ടീക്കടയൊക്കെ. അതൊക്കെ ഉണ്ട്, കള്ള് ഷാപ്പുണ്ട്, ഒക്കെ ഉണ്ട് ഇവിടെ തൊട്ടടുത്തൊക്കെ. നമ്മൾ അന്ന് കള്ള് ഷാപ്പിലേക്ക് പോയി. കള്ള് ഷാപ്പിൽ ഈ വടത്തിൻ്റെ കടങ്ങ അല്ല, വടത്തിൻ്റെ കനങ്ങണ്ട നോക്കിയേ, എൻ്റെ അത്ര കനുണ്ട് ശരിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞേ വടത്തിന്റെ കടം കണ്ട നോക്കിയേ, തറിക്കാനുണ്ട്. പിന്നെ വേണ്ടേ ഇത്രയും സമയത്തുള്ള സാധനം. ഇത് കൃത്യമായിട്ട് മെയിൻ്റെനൻസ് ചെയ്ത് പോകണം. ഇവിടെ നേരെ റോഡിലേക്ക് തന്നെയാണ് പോണത് കേട്ടാ. നമ്മളിങ്ങനെ കേറിയതല്ലേ. മറ്റേ അവിടെ ചവിട്ടുപടിയാണ്, അടിയിലേക്ക് ഇറങ്ങാൻ. അവിടെ ഹൈറ്റ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു കരയിലേക്ക്. മറ്റേ ചെടിയുടെ പേരുന്നതിന്റെ ഇതിന്റെ പേര് ഹെലിക്കൂണിയ. ഇഷ്ടം പോയിന്റ്. അപ്പൊ നമുക്ക് പുഴയോരത്തിലേക്ക് വീണ്ടും കിടക്കാം. നമ്മളിപ്പോ ഇവിടത്തെ ഷിക്കാരയിൽ പോയിട്ട് വന്നു, പിന്നെ തൂക്കുപാലം പോയിട്ട് വന്നു. അപ്പൊ ഇനി ഇവിടെ ഈ പുഴയോരം എന്ന് പറഞ്ഞിട്ടുള്ള ഇതില് വേറെ എന്തൊക്കെയുള്ളത് ബോട്ട് സർവീസ്? നമ്മുടെ കയ്യിൽ കയാക്കുകളുണ്ട്, സിംഗിൾ കയാക്ക് ഉണ്ട്, ഡബിൾ കയാക്ക് ഉണ്ട്, പിന്നെ സ്റ്റാൻഡപ്പ് പാഡിലുണ്ട്. ഒരു 30 ആളൊക്കെ വന്നാൽ കൊടുക്കാനുള്ള കയാക്കുകളുണ്ട് നമ്മുടെ കയ്യിൽ. സിംഗിളായി പോവാം, ഡബിളായിട്ട് പോവാം, 2 ആളും നടുവിൽ കുട്ടീനെ വെച്ചിട്ട് പോണതുണ്ട്. പിന്നെ പെഡൽ ബോട്ടുകളുണ്ട്, 4 ആൾക്കും 2 കുട്ടികൾക്കും ഒക്കെ അതിൽ പോവാം. പിന്നെ നാടൻ വഞ്ചിയുണ്ട്, ശിക്കാര ബോട്ടും ഉണ്ട്. അപ്പൊ ബുക്ക് ചെയ്തിട്ട് വരാം. ബാക്കിയുള്ളതൊക്കെ നമ്മള് കേട്ടിട്ടുള്ളതാണ്, ഈ പെഡൽ ബോട്ടും കയാക്കിംഗ് ഒക്കെ. പക്ഷെ ഈ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞ സംഭവം നിന്നിട്ട് തുഴയണതാണ്. എന്നിട്ടാണ് അതിന്റെ പേര് സ്റ്റാൻഡപ്പ് പാഡിൽ, SUP. അതും ഉണ്ട് ഇവിടെ. ഇപ്പൊ ആരെങ്കിലും അത് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കാണ് ബാലൻസ് ചെയ്ത് നിന്നിട്ട് വേണം തുഴഞ്ഞു പോവാൻ അല്ലേ? അതുകൊണ്ടാ അങ്ങനെയുള്ളവർക്ക് പറ്റുള്ളൂ. അതിൽ പോവാൻ പെൺകുട്ടികളും ആൺകുട്ടികളും വരുന്നുണ്ട്. ഞങ്ങൾ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അവർക്ക് 2 എണ്ണം വേണമെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ പിന്നെ ഒരെണ്ണം കൂടി നമ്മൾ വാങ്ങിച്ചത്. നമ്മളിനി പെഡൽ ബോട്ടിലൊന്ന് കുറച്ച് ദൂരം ഒന്ന് പോവാട്ടാ. ചേട്ടന് ഇഷ്ടം ഉണ്ടായിരുന്നില്ല, എന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ചേട്ടൻ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മൾ ഈ ബോട്ടിലായാലും പെഡൽ ബോട്ടായാലും കയാക്കിങ് ആയാലും എന്തിലായാലും കയറുന്നതിലും മുന്നേ നമ്മൾ ഒന്നാമത്തെ കാര്യം ലൈഫ് ജാക്കറ്റ് ഇടുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഷുറൻസും ലൈസൻസും ഉള്ള ഇതായിരിക്കണം. അതിൽ മാത്രമേ നമ്മൾ കയറാൻ പാടുള്ളൂ. അതാണ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണത്. അപ്പോൾ ഇവിടെ അതെല്ലാതും ഉള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. എല്ലാതും നമ്പർ നമ്മള് റോഡിലോടണ നമ്മുടെ വണ്ടികൾക്കായാലും നമ്പർ ഉണ്ടാവില്ല, അതുപോലെ ഇതിനും നമ്പർ ഉണ്ട്. ഇത്ര നമ്പർ മാത്രം പോരാ, വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടാവണം. അതെ. ഞങ്ങള് ഇപ്പോ ഇതിലിപ്പോ പോണട്ടാ സെൽഫി. എന്റെ ദൈവമേ, എനിക്കിത് ഓർമ്മ വരുന്നത് നമ്മൾ ഒരു വട്ടം പൂമല ഡാമിൽ പോയിട്ട് അത് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് തീർങ്കിട്. അപ്പൊ അങ്ങോട്ട് പോട്ടെ. ഇത് ചവിട്ടാൻ നല്ല സുഖം. അത് ചവിട്ടിയിട്ട് നീങ്ങണില്ല, ചവിട്ടാനും പറ്റണില്ല. ഞങ്ങളെ പൂമല ഡാമിലേക്ക് പണ്ട് പോയിട്ടുണ്ടായിരുന്നു. പണ്ടല്ല, ഒരു വീഡിയോ ഉണ്ട്. അതിൽ ഞങ്ങൾ പറയുന്നുണ്ട്, ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോ റൈറ്റിലേക്ക് പോകും, റൈറ്റിലേക്ക് തിരിക്കുമ്പോ ലെഫ്റ്റിലേക്ക് പോകും. നടുവിൽ വെച്ചിട്ട് പെട്ടു. അങ്ങോട്ട് പോ, പോണേ സ്ലോവിലേക്ക്. അവിടെ വണ്ടി സ്പീഡ് ചവിട്ടല്ലേ? ചവിട്ടാൻ പാടില്ല. അല്ല, അവര് പോട്ടെ, വഴി കൊടുക്കണ്ടേ? ചേട്ടാ ചവിട്ടുണ്ടല്ലോ. ഇനി ചവിട്ടാം. എടാ, അവിടെ ബാക്കിലുണ്ട ബോട്ട് എടുക്കണം. ഭാര്യയും ഭർത്താവിനും 2 പിള്ളേർക്കും ബാക്കിലിരിക്കട്ടാ. അപ്പൊ ഫ്രണ്ടിലാരിക്കുക? ഫ്രണ്ടിലല്ലേ നമ്മളിരിക്കുന്നത്. നല്ല മനോഹരമായ അന്തരീക്ഷം. നമ്മുടെ തലയ്ക്ക് മീതെ മറ്റേ തൂക്കുപാലോട്ടാ, കണ്ടാ? തലയ്ക്ക് മീതെ തൂക്കുപാലം. ഞങ്ങൾ തിരിക്കുകയാണ്. ഞങ്ങൾ അധികം ദൂരത്തിൽ പോകണ്ട, ഞങ്ങൾ ബോട്ടിൽ പോയി വന്നല്ലോ. കുറച്ച് നേരം കുറച്ച് ദൂരം പോവാം. വഴി ഒരു പാട്ട് പാടായിരുന്നു. എന്നാ ശരി, നീ പാട്ട് പാടിയ. പാട്ട് പാടാനുള്ളൊരു ഹരിതൊരു ഗാനം ആലോചിക്കാൻ പോകുന്നു. നാടോടി പൂന്തിങ്കൾ മുടിയെ ചൂടി നവരാത്രി പുള്ളോർ കുടമുള്ളിൽ നീട്ടി കണിക്കൊന്ന പൂ മണിക്കമ്മലണിഞ്ഞും
പുളിയിലക്കര കസവും കൊണ്ടൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ കണിക്കൊന്ന പൂ മണിക്കമ്മലണിഞ്ഞും പുളിയിലക്കര കസവും കൊണ്ടൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ കണ്ണാടി ചില്ലല തോൽക്കും ഇളനീരിൻ തീരാമധുരം എള്ളോളം നുള്ളിയെടുത്തോട്ടേ ഞാൻ മാറോളം മുങ്ങി നിവർന്നോട്ടേ നാടോടി പൂന്തിങ്കൾ മുടി ചൂടി നവരാത്രി പുള്ളോർ കുടമുള്ളിൽ നീട്ടി. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, കമിതാക്കൾക്ക് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ നടക്കാം, ആരും വേണ്ട. നല്ല രസാ. എന്ത് രസാന്നറിയോ ഇതിപ്പോ എവിടേക്ക് പോയിക്കൊണ്ടിരിക്കണേ ചവിട്ട്. അപ്പൊ ഞങ്ങള് കരയിലേക്ക് പോകാൻ പോകണട്ടാ. സരിതാര പാട്ട് കേട്ടില്ലേ? ഇത് വെയിലാറിയിട്ട് ഇതിലേക്ക് കയറാവും നല്ലത്. വെയിലാറി നല്ല അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ് ഇപ്പൊ. വെയിലില്ല, ചെറുതായിട്ട് മഞ്ഞൊക്കെ തുടങ്ങി. അപ്പൊ സ്കൂള് കൂട്ടുമ്പോ എല്ലാവരും പോരാട്ടാ. തൃശ്ശൂർക്കാര്, തൃശ്ശൂർ വയനാട്ടിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അയ്യോ അത് ചെന്നിടിക്കും. ചവിട്ടി 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 ചവിട്ട് ചവിട്ടി 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 അല്ലെ ഞാൻ അടിക്കുന്നേ. അയ്യോ കണ്ടാ തള്ളു ഒന്ന് പറഞ്ഞ. നമുക്ക് ആരോഗ്യമുള്ള ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്കാണ്ട് ചവിട്ടിയാലും മതി. അതെ, അപ്പൊ ആരോഗ്യമില്ലാത്തവർക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യവും ഇതിലുണ്ട്. നമ്മളെ ബോട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കാനാട്ടാ, കരക്കിലേക്ക് അടിപ്പിക്കുകയാണ് നിങ്ങൾ. അല്ല അപ്പൊ അങ്ങനെ പെഡൽ ബോട്ടിൽ ചവിട്ടി കയറി. പെഡൽ ബോട്ട് കയറി വന്നപ്പോഴാണ് ആ ചേട്ടൻ പറയുന്നത് പെഡൽ ബോട്ട് ബുദ്ധിമുട്ടാണ്, കയാക്കിങ് ഭയങ്കര ഈസിയാണ്. പെഡൽ ബോട്ട് നല്ല രസം തന്നെയാണ്. ഇനിയിപ്പോ പറഞ്ഞിട്ട് അല്ല, പെഡൽ ബോട്ട് ഭയങ്കര രസമായിരുന്നു. അപ്പൊ കയാക്കിങ് എത്ര രസമായിരിക്കും ഞാൻ ആലോചിക്കണം. ഇനി പോണ്ട. ഇത് നിന്നിട്ട് തുഴയുന്ന സാധനമാണ്. ഇപ്പൊ കാണിച്ചു തരാം. അപ്പോൾ SUP അതായത് സ്റ്റാൻഡപ്പ് പാഡലിങ്ങിൽ ആ ചേട്ടൻ്റെ ഒന്ന് കയറി നമുക്ക് കാണിച്ചു തരാൻ പോവാണ് കേട്ടാ. ഇത് ബാലൻസ് ഇങ്ങനത്തെ പരിപാടി ഒന്നുമില്ലേ? ഹായ് അടിപൊളി. ആഹാ കാലകനായിട്ടാ. പണ്ടത്തെ ചങ്ങാടം പോലത്തെ സാധനം. അതന്നെ ചങ്ങാടം. ചങ്ങാടത്തിന്റെ ഒരു ചെറിയൊരു പതിപ്പ്. ചങ്ങാടം വലുതായിരിക്കും. മുളയും കാണുമ്പോ കുഴപ്പം തോന്നുന്നില്ലേ? അവർക്ക് പേടിയില്ലേ? അവിടെ ഭയങ്കര താഴ്ചയുണ്ട്. നല്ല പരിചയം വേണം അല്ലേ? 2-3 വട്ടമൊക്കെ പോയി കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പോരാ. കണ്ട എന്ത് രസമായിട്ട് ആള് പോരുന്നത്. ഇത് പുഴയുടെ നടിയോടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെയുണ്ട്. നല്ല രസല്ലേ? ഒഴുകി നീങ്ങാ. എന്തൊരു സ്പീഡിലാ പോണേ. അടിപൊളിയല്ലേ പോണത്. കണ്ട അതിന്റെ സ്പീഡ് നോക്കിയേ. ഇരുന്നിട്ടും പറ്റൂലേ? പെഡൽ ബോട്ടിന് റേറ്റ് എത്രയെന്ന് അറിയോ? ഒരാൾക്ക് 50 രൂപ കേട്ടാ. അതിപ്പോ ഒരു അരമണിക്കൂറാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം. ചിലപ്പോ അരമണിക്കൂർ കറക്റ്റ് ടൈം ഒന്നും നോക്കാറില്ല. അങ്ങനെ ചുറ്റി വരാം നമുക്ക്. പിന്നെ ഇതിന് എത്രയാ റേറ്റ്? കയാക്കിങ്ങിന് 100 രൂപ, ഒരാൾക്ക് 100 രൂപ. മേടിക്കാറില്ല. കുട്ടികൾക്ക് പൈസ വേണ്ട. വലിയവർക്ക് സ്റ്റാൻഡപ്പിനും കയാക്കിങ്ങിനും 100 രൂപ ഒരാൾക്ക്. മറ്റേത് പെഡൽ ബോട്ട് ചെയ്തതിന് 50 രൂപ. കുട്ടികൾക്ക് പൈസ വേണ്ട അല്ലേ? കുട്ടികൾ പറഞ്ഞപ്പോ എത്ര വയസ്സിന് താഴെ? ഇനി ഇവിടെ ഒരു അപ്പൊ റിവർ ഹൗസിന്റെ അവിടേക്ക് പോയി നോക്കാം. ഒരു റെസ്റ്റ് പ്ലേസ് ഉണ്ട്, അവിടേക്ക് പോണത്. അതെ, ചെറിയ പാർട്ടികളൊക്കെ ചെയ്യാൻ പറ്റിയ. ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്യാൻ പോലെ സൗകര്യം ഉണ്ട് ഇവിടെ. ഇതൊക്കെ വേറെ സ്ഥലം തന്നെയാണ് കേട്ടാ. പുഴയിലേക്ക് നോക്കിയിരിക്കാൻ പറ്റിയ സ്ഥലം. കണ്ട ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ടു.
ഇവിടെ ഇങ്ങനെ പുഴയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ട് കേട്ടാ. മരത്തിന്റെ വേരുമേ കൂടെയൊക്കെ സാഹസികമായിട്ടൊക്കെ ഇറങ്ങി അവിടെ ഇരിക്കാം. അത് പിന്നെ ഇങ്ങനെ താന്നു ചെരിഞ്ഞു മോനൊക്കെ എന്നും ഇവിടെ വന്നിട്ടാണ് കളിക്കുക. കണ്ട ഇവിടെ വെള്ളം പൊങ്ങുമ്പോഴേ ഇത് പൊന്തി വരും. ആ വേലിയേറ്റം വരുമ്പോ ഇത് പൊന്തി വരും. അവിടെ വരെ വെള്ളം വരും വേലിയേറ്റം വരുമ്പോ. നല്ല രസമാണ് വൈകുന്നേരം നേരത്തെ ഇവിടെ വന്നിരിക്കാനൊക്കെ രസം. ഇവിടെ പാർട്ടിക്കാർ ഇത് ഭയങ്കരമായിട്ട് ഡെക്കറേഷൻ ചെയ്തു. ഞങ്ങൾ അപ്പോഴാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത്. അത്ര ഭംഗിയായിരുന്നു. 12 മണിക്ക് രാത്രി വന്നിട്ട് ഒരു കേക്ക് മുറിച്ചു. ഇവിടെ കണ്ട ഇത്രയും ഏരിയ ഉണ്ട്, നമുക്കൊരു ചെറിയ ഫംഗ്ഷൻ ഒക്കെ ഇവിടെ നടത്താം. അങ്ങോട്ട് നടക്കാം. നമുക്ക് അങ്ങോട്ട് നടക്കാം. ഒരു കൊച്ചു സ്ഥലം, പക്ഷെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണമൊക്കെ ഭക്ഷണം പറഞ്ഞാൽ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ചിലവര് കൊണ്ടുവരൂട്ടാ. ഇവിടെ ഗ്രില്ല് ചെയ്യാനും അല്ലെങ്കിൽ ചൂടുന്ന പരിപാടി അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പുറത്ത് പുറത്ത് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഫുഡ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വല്ല ഗ്രില്ല് ചെയ്യുകയൊക്കെ ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ട്. അതല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഇവര് ഏർപ്പാടാക്കി തരും. അപ്പൊ അങ്ങനെ ചെറിയ പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ നടത്താം. ഒരു 50 ആൾക്കൊക്കെയുള്ള ഫംഗ്ഷനുകൾ നടക്കാറുണ്ടല്ലേ. ഇതില് ബാത്റൂം ഉണ്ട് അപ്പുറത്ത്. ഊഞ്ഞാലുണ്ട്, ടയറുകളൊക്കെ ഇട്ടിട്ട് ഇരുന്ന് ഇവർക്കൊക്കെ ഇരുന്ന് എന്താ പറയാ, നമ്മുടെ ബാച്ചിലേഴ്സ് പാർട്ടി. അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് വർത്തമാനം പറയാം, അതർ ആക്ടിവിറ്റീസുകളൊക്കെ നടത്താം. ക്യാരംസ് കളിക്കാം, ഊഞ്ഞാലാടാം, ടോയ്ലറ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഇവിടെ ഒരു നാടൻ വഞ്ചിയും കൂടി ഉണ്ട് കേട്ടാ. അവിടെ നമ്മൾ നേരത്തെ നിന്ന് ആ കടവിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് നീക്കിയിട്ടേക്കാണ്. അപ്പൊ ഈ നാടൻ വഞ്ചിയില് വെറുതെ യാത്ര ചെയ്യണം എന്നുള്ളവർക്ക് ചേട്ടൻ തുഴയും. അങ്ങനെ നമുക്ക് നാടൻ വഞ്ചിയിൽ ഇങ്ങനെ സവാരി ഇങ്ങനെ പോവാം വെള്ളത്തിൽ കൂടെ. അതുകൊണ്ട് അത് നമ്മൾ ഇരുട്ടായി നേരത്തെ ഒരാൾക്ക് 50 രൂപ അതില് ഇരിക്കുകയാണെങ്കിൽ. അങ്ങനെ മഴയും വെയിലൊന്നും കൊള്ളാണ്ട് ഇരിക്കാനുള്ള സൗകര്യം മുകളിലുണ്ട് ചെറുതായിട്ട്. ഇവിടെ കൂടുതലും ബർത്ത്ഡേ ഫംഗ്ഷൻസും പിന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളുണ്ടല്ലോ, റീയൂണിയൻസ്, അതിനൊക്കെ പറ്റിയ സ്ഥലം. അതാണ് ഇത്ര ഇവിടെ കൂടുതൽ വരാറ്. ഭയങ്കര പെൻഷനേഴ്സിന്റെ സംഗമം ഉണ്ടാവോ? അപ്പോ ചെറിയ പിള്ളേർക്ക് മാത്രല്ല പഴയ ആളുകൾക്കും ഇവിടെ നല്ല കൂടാനായിട്ട് പറ്റിയ സ്ഥലമാണ്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും ഇവിടെ. ഫുഡ് നേരത്തെ പറയുകയാണെങ്കിൽ ഫുഡ് ഏതാണെന്ന് പറയുകയാണെങ്കിൽ അത് ശരിയാക്കി തരും. അതല്ലെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. ബോട്ടിൽ ഇവിടെ പോവാം. അങ്ങനെ കുറെ ആക്ടിവിറ്റീസും ചെയ്യാം. നമുക്കിവിടെ വർത്താനം പറഞ്ഞില്ല, ആവശ്യമായിട്ട് പൊട്ടിച്ചിരിച്ച് വർത്താനം പറയാം. കാരണം ഇവിടെ ചുറ്റുവട്ടത്ത് വീടുകളൊന്നും ഇല്ല. പുഴയാണ്, നമ്മുടെ വർത്താനം കേൾക്കാനായിട്ട് പുഴയാണുള്ളത്. പുഴയിലത്തെ വെള്ളങ്ങളാണ്, മീനുകളാണ് ഉള്ളത്. നമ്മുടെ അധോലോകം കൂടാൻ പറ്റിയ സ്ഥലം. പിന്നെ ഇവിടുന്ന് സ്നേഹതീരം ബീച്ചിൽ, നമ്മുടെ തളിക്കുളം സ്നേഹതീരം ബീച്ച്, അവിടേക്ക് ഒരു 5 മിനിറ്റ് ഉള്ള ദൂരം. അപ്പൊ അവിടെ പോയിട്ട് വേണമെങ്കിൽ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. അല്ലെങ്കിൽ അവിടുത്തെ കഴിഞ്ഞിട്ട് അവിടെ ബീച്ചില് വൈകുന്നേരമാണല്ലോ. വൈകുന്നേരമാണ്. അതെ, നമ്മളിവിടുന്ന് ഇറങ്ങാൻ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നത് ഇവിടെ. അപ്പോൾ നമ്മളായിട്ട് സംസാരിച്ചിരിക്കായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ പറയാ, ചേച്ചിയുടെ പേരെന്താ? ജെസ്സി. ഈ ജെസ്സി ചേച്ചിയുടെ മോളുണ്ട് ഫാത്തിമ മെഡിസിന് പഠിക്കുന്നത് പോളണ്ടിലാണ്. അപ്പോൾ പോളണ്ടിലെ ഫാത്തിമയുടെ കൂടെ പഠിക്കുന്ന കുട്ടിയാണിത്. ഓല എന്നാണ് പേര്. ഓലയ്ക്ക് നമ്മുടെ നാട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊന്ന് പറഞ്ഞേ, സേ സംതിങ് അബൌട്ട് അവർ Kerala. It's very beautiful here. I love the nature the most, the green areas. It's so pretty here. I love it so much. കണ്ട എന്താ അല്ലേ, അവർ ചോദിക്കുകയാണെന്ന്, ആ കുട്ടി ചോദിക്കുകയാണെന്ന്, എന്തിനാ നിങ്ങൾ ഇത്രയും നല്ല സ്ഥലം വിട്ടിട്ട് യൂറോപ്പിലേക്കൊക്കെ വരണേന്ന്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കേരളം. ഞാൻ പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. ചേട്ടൻ സംസാരിച്ചോട്ടാ, ഓസ്ട്രേലിയക്കാരനെ വരെ വിരട്ടി വിട്ടിട്ടുള്ളതാ ചേട്ടൻ. അപ്പൊ ജഗദീഷ് ചേട്ടനും ബിന്നി ചേച്ചിയുടെയും കൂടി നടത്തുന്ന ഈ പുഴയോരത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാം. അപ്പൊ ഇവിടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാട്ടാ. അപ്പൊ അതിൽ വിളിച്ചിട്ട് വരാം. അപ്പൊ ഞങ്ങൾ ഇനി പോട്ടെ. എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും കേട്ടോ. അപ്പൊ ശരി. വരാം, സ്കൂളിൽ പൂട്ടും പോരാ.